അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയൂട്ടാ, ആരോഗ്യമാണെന്ന്. ദേ ഒരു ഓണത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എനിക്കിതൊക്കെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്തുണ്ടെന്നുള്ളത് മാത്രമാണ് എന്നെ നല്ല രീതിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഓണത്തിന് ഞങ്ങളെടുത്ത വീഡിയോ ആണേ. എൻ്റെ തമ്പുരാനെ സാരി ഉടുത്ത് എന്താ പറയുക നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ എൻ്റെ ഫേസ്, എൻ്റെ കൈ എന്നെ തന്നെ കണ്ടാൽ അറിയാം, അല്ലെ എൻ്റെ ഫേസിൻ്റെ രൂപം കണ്ടാൽ അറിയാം അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യമായിട്ട് പറയട്ടാ, ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. കാര്യം ആരോഗ്യം കളഞ്ഞിട്ട് വേറെ എന്ത് നമ്മൾ നേടിയെടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാവും നമ്മളോട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരെ നടക്കുകയെങ്കിലും ചെയ്യണം. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി പേര് നമ്മുടെ ഡയറ്റിൻ്റെ കാര്യം ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ഓണമായതുകൊണ്ടാണ്. മറ്റന്നാൾ മുതൽ നമ്മൾ കൊറിയർ അയച്ചു തുടങ്ങും. എന്തായാലും നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യാൻ 133 ബാച്ചിലെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും എല്ലാം നല്ല ഒരു ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുക കേട്ടോ. സദ്യ കഴിക്കാൻ ഇന്ന് വീട്ടിലാണ് സദ്യ. അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഈ കാണിക്കാൻ കാരണം ഇങ്ങനെ പലരും ഈ വെയിറ്റ് കുറയ്ക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് എന്നും നമ്മൾ പ്രചോദനമാണ്. കാര്യം ഈ ഒരു പരുവത്തിൽ നിന്ന് എനിക്ക് എത്താൻ പറ്റിയെങ്കിൽ എല്ലാവർക്കും മാറാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. തീർച്ചയായും മാറുകയും ചെയ്യും. ഇത് കണ്ട കൈയൊക്കെ കണ്ടല്ലോ. എന്നും കൈയുടെ ഒരു പേരിൽ ഒരു ഈ കളിയാക്കലുകൾ, ഈ കൈ തൂങ്ങിക്കിടക്കുന്ന അല്ലെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു കളിയാക്കൽ തന്നെയായിരുന്നു. എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ റേഷൻ കട എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഓണവും ഈ ഓണവും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് കാണിക്കാൻ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.